ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ എന്താ ശിവരാത്രി വ്രതം പിടിക്കാനായിട്ട് എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാറയുടെ മേളിലേക്ക് അമ്പലത്തിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫുള്ള് ഇവിടെ നിന്നൊക്കെ റോഡൊക്കെ നല്ല രീതിയിൽ ഇതൊക്കെ ഇട്ട് കേട്ടോ, ടയറൊക്കെ ഇട്ട് നമ്മളെല്ലാവരും നടന്ന് അങ്ങ് എത്തുമ്പോൾ ഒരു പ്രത്യേക സുഖമുണ്ട് ഗൈസ്, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. വണ്ടിയൊക്കെ അങ്ങ് വരെ പോകും. നമ്മൾ പിന്നെ വണ്ടിയിലൊന്നും പോയില്ല കേട്ടോ, അപ്പോൾ അതൊക്കെ നടന്ന് തന്നെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലെത്തി. അപ്പോൾ അവിടെ പോയി തൊഴുത് കഴിയുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ലഘുഭക്ഷണമൊക്കെ തരുന്നുണ്ട്. നമ്മൾ ശിവരാത്രി വ്രതം പിടിക്കുന്നുണ്ട്. അപ്പം അമ്പലത്തിൽ ആഹാരം തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചൊക്കെ പോയിട്ട്, അപ്പോൾ അതാ നമ്മുടെ അമ്പലം ഫുൾ ലൈറ്റും സെറ്റൊക്കെ ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അമ്പലം. ഇത് ഞാൻ കുറച്ച് നേരത്തെ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷെ താഴെ റോഡിൽ നിന്ന് കാണാൻ നല്ല ഫുൾ ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. റോഡിൽ നിന്ന് കാണാൻ നല്ല രസം. അത് അവിടെ ഒരു കുളമുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയത്തില്ല. നമ്മുടെ എന്താ ഹനുമാന്റെ കാൽപാദം പതിഞ്ഞ കുളമാണ് കേട്ടോ. അതാ ഇതാണ് ആ കുളം. അതിൻ്റെ ഉപ്പൂറ്റി ഭാഗത്ത് വെള്ളം വറ്റാറേ ഇല്ല. അപ്പം അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. പിന്നെ ഇതാ ഈ ലൈറ്റ് ഇട്ട് മേളിൽ മുരുകൻ്റെ ഒരു ശൂലമുണ്ട്. അപ്പം അങ്ങോട്ടത്തേക്കുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതാ നമ്മുടെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ വ്യൂ ആണ് ഈ കാണുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ തേക്കൻകാട് ശിവക്ഷേത്രത്തിൽ നിന്ന് ഉത്സവം, ശിവരാത്രി ലാസ്റ്റ് ദിവസമാണ്. അപ്പോൾ അവിടെ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ജസ്റ്റ് ഒരു 9-10 മണിയൊക്കെ ആയപ്പോൾ അങ്ങോട്ട് പിള്ളേരൊക്കെ പറക്കി കെട്ടി പോയി. അവിടെ എന്താണ് നാടകവും അങ്ങനെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. നാടകമൊന്നും ഇവർ രണ്ടുപേരും കണ്ടിട്ടില്ല. അങ്ങനെ ലക്കിയൊക്കെ വാരിക്കെട്ടി നമ്മൾ പോവുകയാണ് രാത്രി. അവർ ലക്കിയും ധ്യാനവും കൂടെ പോയി നാടകം കാണാനായിട്ട് ഫ്രണ്ടിൽ പോയി നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നല്ല തിരക്കുണ്ടായിരുന്നു, വാട്ടർ ഫൗണ്ടൈനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണിച്ചിട്ട് നാടകത്തിൻ്റെ ഫ്രണ്ടിലോട്ട് നിർത്തിയിട്ട് രണ്ടുപേരുടെ കയറ്റി അതിൻ്റെ ഇടയിൽ കൂടെ കയറ്റി നിർത്തിയിട്ട് ഇങ്ങോട്ട് നിന്നു. കാരണം ഭയങ്കര ആളായിരുന്നു, ഫുൾ സീറ്റൊക്കെ കഴിക്കും. അപ്പോൾ അവന്മാർ അവർ രണ്ടുകൂടെ നിന്ന് നാടകം കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നാടകം പിന്നെ ഫുള്ള് തീരാറായി, 10-10:30 ആയി. പിന്നെ അവിടെ നിന്ന് ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് മുറുക്കം കൊണ്ട് വീട്ടിൽ വന്നു.